ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പക്ഷെ വീട്ടിലില്ല. ഗെയിം ഒന്ന് കളിക്കണം. നിനക്ക് ഫോണിന്റെ പാസ്വേഡ് അറിയാമോ? എനിക്ക് സംശയമുണ്ട്, ഞാൻ അടിച്ചു നോക്കട്ടെ. ഇവിടെ വെച്ചോ, ഉപ്പച്ചി കണ്ടു വന്നാൽ നല്ല തല്ല് കിട്ടും. മക്കൾ ഫോൺ എടുത്ത സംശയം അവരെ ഫോട്ടോയിലേക്ക് കാണുന്നത്. രണ്ടാളുണ്ടല്ലോ, കള്ളത്തരം എന്തെങ്കിലും ഒപ്പിച്ചുണ്ടാവും ഫോൺ എടുത്തിട്ട്. രണ്ടാളെ ഫോട്ടോ ഉണ്ട്. ജസീല, ജഫ്ന, നിങ്ങൾ ഫോൺ എടുത്തിരുന്നോ ഒപ്പിച്ചിന്റെ? ഇല്ല. നിങ്ങളെ ഫോട്ടോയിലേക്ക് കാണുന്നത്. ഇതെങ്ങനെ നിങ്ങളെ ഫോട്ടോ വന്ന് നിങ്ങൾ ഫോൺ എടുത്താൽ മാത്രമേ ഈ ഫോട്ടോ കാണുള്ളൂ. ഇനി മേലെ ഫോൺ എടുക്കരുതിട്ടാ. നിങ്ങളിപ്പോൾ ഇൻട്രോയിൽ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ മറ്റൊരിടത്ത് വെച്ച് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്ത് വല്ല ഉടായ്പ ഒപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ആരാണ് ഫോൺ എടുത്തത്, അവരുടെ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭിക്കും. ഈ ഒരു ഫോട്ടോ, അവരുടെ ഫോട്ടോ എടുക്കുന്നത് അവർ പോലും അറിയുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവാസികൾക്കാണ് ഉപകാരപ്പെടുക. കാരണം നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ ഫോൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെല്ലാം അറിയാനായിട്ട് സാധിക്കും. 4.6 റേറ്റിംഗും 10 മില്യൺ ഡൗൺലോഡിങ്ങുമുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കെല്ലാം വളരെ യൂസ്ഫുള്ളായ ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡിലും ഐഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിലൂടെ എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇനി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കിട്ടാത്ത കൂട്ടുകാർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ടെക്നോളജി വീഡിയോകളും മൊബൈൽ ടിപ്സുകളും ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നതാണ്. മാക്സിമം നമ്മുടെ പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഞാനൊരു ഉദാഹരണത്തിന് ഒരു കളിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. കമൻറ്റ് ബോക്സിൽ ഇതുപോലെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ലിങ്ക് ഓപ്പൺ ആവുക ഫേസ്ബുക്കിൻ്റെ ബ്രൗസറിലായിരിക്കും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻ എക്സ്റ്റേണൽ ബ്രൗസർ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ബ്രൗസറോ ഗൂഗിൾ ക്രോമോ സെലക്ട് ചെയ്യുക. മാക്സിമം ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്നും താഴേക്ക് വരിക. മുകളിലെല്ലാം പരസ്യം കാണും, അതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐഫോൺ ലിങ്ക് എന്നും ആപ്പ് ലിങ്ക് എന്നും 2 ഓപ്ഷൻ കാണാം. അതിൽ ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഐഫോൺ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവും. അങ്ങനെയും വളരെ പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കമൻറ്റ് ബോക്സിലുള്ള കൂട്ടുകാർ ലിങ്ക് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതുപോലെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. ഈ QR കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങൾ വീഡിയോ കണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ആണ് ചെയ്യേണ്ടത്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ക്യാമറ ഐക്കണും മൈക്ക് ബട്ടണും കാണാൻ സാധിക്കും. ഈ സെർച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ആയിരിക്കും വരിക. ഒരു ക്യാമറയുടെ ഐക്കണായിരിക്കും വരിക. നിങ്ങൾ ബാക്ക് വന്ന ശേഷം ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാം. നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിലെ QR കോഡിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്ന ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട രണ്ടാമത്തെ മെത്തേഡ്. ഇനി ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഓപ്ഷൻ വരിക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 5 ടാബ് കാണാം. അത് റൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അവസാനം ഒരു ടിക്ക് മാർക്ക് കിട്ടും.
അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു സ്വിച്ച് ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പെർമിഷൻ, ക്യാമറ പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാമറ പെർമിഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൻ്റെ ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം ഓപ്ഷണൽ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെർമിഷൻ കൊടുക്കുക. വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും. ഈ പെർമിഷൻ എല്ലാം നിങ്ങൾ അലോ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ പിൻകോഡ് സെറ്റ് ചെയ്യണോ, അങ്ങനെ നിങ്ങൾക്ക് പിൻകോഡ് സെറ്റ് ചെയ്യാം. മറ്റുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആണ്. ഇനി ക്ലൗഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്ലൗഡ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുത്തവരുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ഫോട്ടോ കിട്ടേണ്ട സമയത്ത് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്താൽ മതി. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോകൾ മുഴുവനും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 10 മില്യൺ ഡൗൺലോഡിങ്ങും 4.6 റേറ്റിങ്ങുമുള്ള കിഡ്ലൻ ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക, ഫോട്ടോ എവിടെ വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ നോക്കുകയാണ്. ഇത് പാസ്വേഡ് അടിച്ചു. പാസ്വേഡ് അടിച്ചത് തെറ്റാണ്, കണ്ടില്ലേ? പാസ്വേഡ് അടിച്ചത് തെറ്റാണ്. വീണ്ടും ഒന്നും കൂടി ശ്രമിച്ച് നോക്കാം. അത് ഓൾറെഡി എൻ്റെ ഫേസ് ഓപ്പൺ ആപ്പ് ശരിയായി. എന്തായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ അടിച്ചിട്ടുള്ളത് കണ്ടാ, ഇവിടെ ഓൾറെഡി ഫോട്ടോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ, ഈ സ്വിച്ച് ബട്ടൻ്റെ നേരെ താഴെയായിട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ വരിക. കണ്ടാ, ഒറ്റ തവണ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നിങ്ങൾ അറിയാതെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ ഈ ഒരു ആപ്പ് സഹായിക്കും.